എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 ഓഗസ്റ്റ് 27-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങൾ 10th ലെവൽ എക്സാം ആയിക്കോട്ടെ, 12th ലെവൽ എക്സാം ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ എക്സാം ആയിക്കോട്ടെ, ഇതിൽ ഏതിനു വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ആശാൻ ക്ലാസ്സുകൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതായത് ടാലന്റിന്റെ റാങ്ക് ഫെയിൽ ടീം ഒരുക്കിയിരിക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളാണ് ഈ ഒരു ആശാൻ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. സോ ഇതിലൂടെ അതായത് ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള talentgala.com പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളൊക്കെ തന്നെ കാണാനും പർച്ചേസ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ ഈ ക്ലാസ്സുകളിലൂടെ ഞങ്ങൾ 200-ലധികം വീഡിയോ ക്ലാസ്സുകൾ, അതിന്റെ മോക്ക് ടെസ്റ്റുകൾ, അതായത് 200-ലധികം മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ മോഡൽ എക്സാമുകൾ, ഇനി അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മന്ത്ലി മെന്റൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല മന്ത്ലി കറണ്ട് അഫയേഴ്സ് വീഡിയോയും അതിന്റെ നോട്ടുകളും ഒക്കെ തന്നെ ഈ ക്ലാസ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് talentgala.com എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയുള്ള പ്രത്യേകം കോഴ്സുകൾ അതിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഞങ്ങളെ വെബ്സൈറ്റ് സന്ദർശിക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സ് പർച്ചേസ് ചെയ്യുക, അടുത്ത വർഷം തന്നെ ഒരു ഗവൺമെന്റ് ജോലിയിലേക്ക് എത്തിച്ചേരുക. സോ ഡിഗ്രി പ്രിലിംസ് എക്സാമിന്റെ റിസൾട്ട് വന്നല്ലേ. അപ്പോൾ ഇനിയുള്ള എന്താ, സെക്രട്ടേറിയറ്റ് മെയിൻസ് എക്സാം. അപ്പോൾ ഈ മെയിൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ പേപ്പർ 2 എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക് ആണ്. അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണം. എന്നാൽ മാത്രമേ അത് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, റാങ്കിൽ മുന്നിലേക്ക് വരാൻ സാധിക്കും. സോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് പേപ്പർ 2 വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentgala.com ഈ ബുക്ക് ലഭ്യമാണ്. ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആയിട്ടുള്ള 800 രൂപയ്ക്ക് സ്വന്തമാക്കാവുന്നതാണ്. പൊതുവെ 2025-26 ഒരുപാട് എക്സാംസ് നടക്കാനിരിക്കുന്ന സമയമാണ്. ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്. പ്രത്യേകിച്ച് ഈ വർഷം അവസാനമാകുമ്പോൾ വെബ്കോ LD, അതുപോലെ തന്നെ VFA, അതുപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ഇങ്ങനെയുള്ള ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരും. സോ ഈ എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റ് ഒരു നിയമനമാണ്. അതായത് നാഷണൽ സുരക്ഷാ കൗൺസിൽ സെക്രട്ടേറിയറ്റിന്റെ മിലിറ്ററി ഉപദേശകനായിട്ട് നിയമിതനായത് ആരാണ്? അപ്പോൾ 2025 നാഷണൽ സുരക്ഷാ കൗൺസിൽ സെക്രട്ടേറിയറ്റിന്റെ മിലിറ്ററി ഉപദേശകനായിട്ട് നിയമിതനായത് ആരാണ്? NS രാജസുബ്രഹ്മണി. ആരാണ്? NS രാജസുബ്രഹ്മണി ആണ്. വളരെ കൃത്യമായിട്ട് നല്ലതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു പേരൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തെ എന്ത് ചെയ്തിരിക്കുന്നു, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് ഇതിലേക്ക് എന്ത് ചെയ്യണം, വീണ്ടും കുറച്ച് പുരോഗതികൾ നമുക്ക് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാനം കുറച്ച് പദ്ധതികൾ കൂടി ആവിഷ്കരിക്കുന്നു. അത്തരത്തിൽ നമ്മുടെ സംസ്ഥാനം ആവിഷ്കരിച്ച 2 കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് ഡീഡ് എന്നാണ്. എന്താണ് ഡീഡ് എന്ന് പറയുന്ന സംവിധാനമാണ്. അതായത് പൗരന്മാരുടെ അവശ്യരേഖകളും സർട്ടിഫിക്കറ്റുകളും ഡിജി ലോക്കറുമായിട്ട് ബന്ധിപ്പിച്ച ഡിജിറ്റലായിട്ട് സൂക്ഷിക്കാനുള്ള കേരള സർക്കാർ സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് ഡീഡ്. അപ്പോൾ എന്താണ് ഡീഡ് എന്ന് പറയുന്നത്? പൗരന്മാരുടെ അവശ്യരേഖകളും സർട്ടിഫിക്കറ്റുകളും ഡിജി ലോക്കറുമായിട്ട് ബന്ധിപ്പിച്ച ഡിജിറ്റലായിട്ട് സൂക്ഷിക്കാനുള്ള കേരള സർക്കാർ സംവിധാനത്തിന്റെ പേര് ഡീഡ് എന്നാണ്. കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി എന്താണ് ഡീഡ് എന്ന് പറയുന്നതിന്റെ പൂർണ്ണരൂപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൈസേഷൻ ഓഫ് എവറി എസെൻഷ്യൽ ഡോക്യുമെന്റ്. എന്താണ് ഡിജിറ്റൈസേഷൻ ഓഫ് എവറി എസെൻഷ്യൽ ഡോക്യുമെന്റ് എന്നുള്ളതാണ് ഡീഡിന്റെ പൂർണ്ണരൂപം. വളരെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അത് മാത്രമല്ല, ഡിജിറ്റൽ ആയിട്ടുള്ള എന്താണ് പൗരന്മാരുടെ പണമിടപാട് പ്രോത്സാഹിപ്പിക്കാനായിട്ട് മറ്റൊരു പദ്ധതി കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പേരെന്ന് പറയുന്നത് വിനിമയ. എന്താണ് വിനിമയ? അപ്പോൾ എന്താണ് ഡിജിറ്റൽ പണമിടപാട് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാനം ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് വിനിമയ എന്ന് പറയുന്നത്. അതായത് വിർച്വൽ ഇൻക്ലൂഷൻ ത്രൂ നോവൽ ഇനിഷ്യേറ്റീവ്സ് ഫോർ മോണിറ്ററി ആക്സസിബിലിറ്റി. എന്താണ് വിർച്വൽ ഇൻക്ലൂഷൻ ത്രൂ നോവൽ ഇനിഷ്യേറ്റീവ്സ് ഫോർ മോണിറ്ററി ആക്സസിബിലിറ്റി എന്നുള്ളതാണ് വിനിമയയുടെ പൂർണ്ണരൂപം. സോ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് രാജ്യത്തെ ആദ്യത്തെ കാർബൺ സന്തുലിത കൃഷി ഫാം പദവി ലഭിച്ചത് ഏതിനാണ്? അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ കാർബൺ സന്തുലിത കൃഷി ഫാമിനുള്ള എന്താണ് ആ ഒരു പദവി ലഭിച്ചത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരു ഫാമിനാണ്. ഇത് ആദ്യമേ ഓർക്കുക, എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരു ഫാമിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ സന്തുലിത കൃഷി ഫാം പദവി ലഭിച്ചത്. അത് ഒക്കൽ വിത്തുൽപാദന കേന്ദ്രം, എറണാകുളം ജില്ലയിലെ ഒക്കൽ
വിത്തുൽപാദന കേന്ദ്രത്തിനാണ്. അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഇത് പറഞ്ഞ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് കാർബൺ ന്യൂട്രൽ പദവി ലഭിച്ച ഫാം ഏതെന്നുള്ള കാര്യം അറിയാം അല്ലേ? അതായത് ആലുവ സീഡ് ഫാം. നമുക്കറിയാവുന്ന കാര്യമാണ്, ഓൾറെഡി PSC ചോദിച്ച കാര്യമാണ്. ജസ്റ്റ് ഈ ഒരു ഫാം പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുന്നു. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പ്രധാനമായിട്ടും തിരുവനന്തപുരം ജില്ലയിലെ ഒരു വെള്ളറട അല്ലെങ്കിൽ അമ്പൂരി ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ അറിയാവുന്നൊരു കാര്യമായിരിക്കും. അതായത് വളരെ കാലങ്ങൾ കൊണ്ട് അവിടുത്തെ ജനതയുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു പാലം എന്ന് പറയുന്നത്. സോ ആ പാലം ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? യാഥാർത്ഥ്യമാവുകയാണ്. പക്ഷേ ആ പാലം യാഥാർത്ഥ്യമാവുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണത്. അതായത് സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയതും വലിപ്പമുള്ളതുമായ പാലം ഏതാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയതും വലിപ്പമുള്ളതുമായ പാലം ഏതാണ്? അത് കുമ്പിച്ചൽ കടവ് പാലം. എന്താണ്? കുമ്പിച്ചൽ കടവ് പാലം. അതായത് അമ്പൂരിയിലാണ് ഈ ഒരു പാലം എന്ന് പറയുന്നത്. അവിടുത്തെ ആദിവാസി മേഖലയ്ക്ക് എന്താണ് കുറെ കാലം കൊണ്ട് ഈ ഒരു ട്രാൻസ്പോർട്ട് ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട വലിയ ഒരു കണക്റ്റിംഗ് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെയാണ് അവിടെയുള്ള ആൾക്കാർക്ക് ഈ ഒരു പാലത്തിന്റെ ആവശ്യകത വളരെ പ്രധാനമായിട്ട് തോന്നുകയും അവർ അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാലങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു? സമരം ചെയ്യുകയും അല്ലെങ്കിൽ ഒരുപാട് അധികൃതരെ അറിയിക്കുകയൊക്കെ ചെയ്തതിന്റെ ഫലമായിട്ട് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു? ഈ ഒരു പാലം യാഥാർത്ഥ്യമാവുകയാണ്. അപ്പോൾ കുമ്പിച്ചൽ കടവ് പാലം തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ ഈ പാലത്തിന്റെ പ്രത്യേകത ഇതാണ്: സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയതും വലിപ്പമുള്ളതുമായ പാലമാണിതെന്ന് പറയുന്നത്. അതായത് നെയ്യാറിന്റെ ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്? നെയ്യാർ നദിയുടെ ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പാലം സ്ഥാപിക്കുന്നത്. സോ അതുകൂടി ഓർക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പേരുമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഇപ്പോൾ ഒരു പേരുമാറ്റത്തിന്റെയൊക്കെ സീസൺ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കി വെക്കാം, ജലാലാബാദ് നഗരത്തിന്റെ പുതിയ പേര് എന്താണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? ജലാലാബാദ് നഗരത്തിന്റെ പുതിയ പേര് എന്താണ്? അത് പരശുരാമപുരിയാണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഈ ജലാലാബാദ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണ്. എവിടെയാണ്? ഉത്തർപ്രദേശിലാണെന്നുള്ള കാര്യം ഓർക്കുക. ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂർ എന്ന് പറയുന്ന ജില്ലയിലാണ് ഈ പറയുന്ന ജലാലാബാദ് നഗരം സ്ഥിതി ചെയ്യുന്നത്. ഇനി മുഗൾ ചക്രവർത്തിയായ ജലാലുദ്ദീൻ അക്ബറോടുള്ള ആദര സൂചകമായിട്ടാണ് ജലാലാബാദ് എന്ന് ആ നഗരത്തിന് പേര് നൽകിയിരുന്നത്. ഇപ്പോൾ എന്ത് ചെയ്യുന്നു? പേര് മാറ്റുകയാണ്. അതായത് പരശുരാമപുരി എന്ത് ചെയ്യുന്നു? പേര് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പാലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഔണ്ട സിമരിയ പാലം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? അപ്പോൾ റീസെന്റ് ആയിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു പാലമാണ് ഈ പറയുന്ന ഔണ്ട സിമരിയ പാലം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഹാറിലാണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. അതായത് ഗംഗാ നദിക്ക് കുറുകെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഗംഗാ നദിക്ക് കുറുകെയാണ് ഏത് പാലം? ഔണ്ട സിമരിയ എന്ന് പറയുന്ന പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിയാണ്, നരേന്ദ്രമോദിയാണ്. സോ അദ്ദേഹമാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ബൈറാബി സൈരംഗ് റെയിൽവേ ലൈൻ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അപ്പോൾ എന്താണ്? ബൈറാബി സൈരംഗ് റെയിൽവേ ലൈൻ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മിസോറാമാണ്. അതായത് നമ്മുടെ ഐസ്വാളിലേക്ക് എന്ത് ചെയ്യുക? കണക്ടിവിറ്റി, റെയിൽ കണക്ടിവിറ്റി എന്ത് ചെയ്യുക? കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു റെയിൽവേ ലൈൻ എന്ത് ചെയ്തിരിക്കുന്നത്? നിർമ്മിച്ചിരിക്കുന്ന കാര്യം ഓർക്കുക. കാരണം ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മുടെ റെയിൽവേ ബോർഡ് CEO ആൻഡ് ചെയർമാൻ ആയിട്ടുള്ള സതീഷ് കുമാർ എന്ത് ചെയ്തു? അവിടെ സന്ദർശിച്ചു. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്തു? വീണ്ടും ഇത് ന്യൂസുകളിൽ നിറയുകയാണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ബൈറാബി സൈരംഗ് റെയിൽവേ ലൈൻ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് മിസോറാമിലാണ്. ഐസ്വാളിലേക്കുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു റെയിൽവേ ലൈൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ലോകത്തിലെ ആദ്യത്തെ ഏഷ്യൻ ആന അതിജീവന കേന്ദ്രം. അതായത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഏഷ്യാറ്റിക് എലിഫന്റിന് വേണ്ടിയിട്ട് എന്താണ് ഒരു അതിജീവന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? അത് ഒഡീഷയിലാണ്. എവിടെയാണ്? ഒഡീഷയിലാണ്. കൃത്യമായിട്ട് ഓർക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒഡീഷയുമായിട്ട് ബന്ധപ്പെട്ട മുൻപൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ലോകത്തിൽ ആദ്യമായിട്ട് മെലാനിസ്റ്റിക് ടൈഗർ റിസർവ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഈ പറയുന്ന ഒഡീഷയിലാണ് കേട്ടോ. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ല്, ഓൾറെഡി നമുക്ക് അറിയാവുന്നുള്ളൊരു ബില്ലാണ്. കാരണം നമ്മൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിയമമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒന്നുകൂടി ഒന്ന് ചർച്ച ചെയ്യുന്നു. അപ്പോൾ റിവിഷനായിട്ട് ഓർത്ത് വയ്ക്കുക. അതായത് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബില്ല് 2025. അപ്പോൾ എന്താണ്? പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ 2025 രാഷ്ട്രപതി അംഗീകരിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരുന്നതിന് മുൻപ് ഈ ഒരു ബില്ലിന്റെ സ്റ്റാർട്ടിങ്ങിനെ വരണമല്ലോടാ. കാരണം ഈ ബില്ല് എന്നാണ് അവതരിപ്പിച്ചത്? ഇന്ന് എന്നാണ് ലോക്സഭ പാസ്സായത്? എന്നാണ് ഇത് രാജ്യസഭയിൽ പാസ്സാക്കിയത്? ഇനി ഇതെന്നാണ് പ്രസിഡന്റ് ഒപ്പുവെച്ചത്? ഈ ബില്ല് അവതരിപ്പിച്ചത് ആരാണ്? ഇനി ഈ ബില്ലിൽ എന്താണ് പറയുന്നത്? സോ ഇത്രയും കാര്യങ്ങൾ ഒരു ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് എന്താണ് ഗെയിമിംഗ് ആപ്പുകൾ, അതായത് മണി ഗെയിമിംഗ് ആപ്പുകളുണ്ട്.
സോ അതുവഴി എന്താണ് അത് ഒരുപാട് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ അതിന് അഡിക്റ്റ് ആണ്. സോ അതൊക്കെ എന്ത് ചെയ്യുക, കുറയ്ക്കാവുന്ന ലക്ഷ്യത്തോടു കൂടി എന്ത് ചെയ്യുന്നു, ഓൺലൈൻ ഗെയിമുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന, ഓൺലൈൻ മണി ഗെയിമുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ബില്ലാണ് എന്തെന്ന് പറയുന്നത്, പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബില്ല് എന്ന് പറയുന്നത്. ഇത് അവതരിപ്പിച്ചത് അശ്വിനി വൈഷ്ണവാണ്. ആരാണ്? അശ്വിനി വൈഷ്ണവാണ് അവതരിപ്പിച്ചത്. ബില്ല് ലോക്സഭയിലാണ് അവതരിപ്പിച്ചത്. ബില്ല് അവതരിപ്പിച്ച തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 20, 2025 ഓഗസ്റ്റ് 20 എന്ത് ചെയ്യുന്നു, ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. അടുത്ത് എന്ത് ചെയ്യുന്നു, ഓഗസ്റ്റ് 20 തന്നെ എന്ത് ചെയ്യുകയാണ്, ലോക്സഭ ആ ബില്ല് പാസ്സാക്കുകയാണ്. അപ്പോൾ ഓഗസ്റ്റ് 20 അവതരിപ്പിച്ചു, അന്ന് തന്നെ എന്ത് ചെയ്തു, ലോക്സഭ അത് പാസ്സാക്കി. അതിനുശേഷം ആ ബില്ല് എവിടേക്ക് പോയി, രാജ്യസഭയിലേക്ക് പോയി. അത് രാജ്യസഭ പാസ്സാക്കിയത് ഓഗസ്റ്റ് 21 എന്നാണ്. ഓഗസ്റ്റ് 21 എന്ത് ചെയ്തു, അത് രാജ്യസഭ പാസ്സാക്കി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, അത് രാഷ്ട്രപതി ഒപ്പുവെക്കണം അല്ലെ. ഒരു ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ മാത്രമേ എന്താവുകയുള്ളൂ, അത് നിയമമാവുകയുള്ളൂ. അപ്പൊ അങ്ങനെ രാഷ്ട്രപതി ഒപ്പുവെച്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 ഓഗസ്റ്റ് 22 ഒപ്പുവെച്ചത്, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 ഓഗസ്റ്റ് 22. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ബില്ല് അവതരിപ്പിച്ച ആരാണ്? അശ്വിനി വൈഷ്ണവാണ്. IT ആൻഡ് ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ റെയിൽവേ വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ആരെന്ന് പറയുന്നത്, അശ്വിനി വൈഷ്ണവ് കേട്ടോ. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ്, അടുത്തിടെ കൃത്രിമ മനുഷ്യചർമ്മം വികസിപ്പിച്ചത് ഏത് രാജ്യത്തെ സയന്റിസ്റ്റുകൾ എന്നാണ്. അത് ഓസ്ട്രേലിയയിലെ, എവിടത്തെയാണ്, ഓസ്ട്രേലിയയിലെ സയന്റിസ്റ്റുകൾ എന്ത് ചെയ്തു, അടുത്തിടെ കൃത്രിമ മനുഷ്യചർമ്മം വികസിപ്പിച്ചു. അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് IBCAയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ IBCA നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അതായത് 2023 വളരെ പ്രധാനപ്പെട്ട ഒരു വന്യജീവി സംരക്ഷണ പദ്ധതിയുടെ 50ാം വാർഷികം ആചരിക്കപ്പെട്ടു. ഏതാണ്? പ്രോജക്റ്റ് ടൈഗർ. അതായത് 1973 ആരംഭിച്ച പ്രോജക്റ്റ് ടൈഗറിന്റെ 50ാം വാർഷികം 2023 എന്ത് ചെയ്തു, ആചരിക്കുകയുണ്ടായി. അപ്പോൾ ആ വാർഷികത്തിന്റെ സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം നടത്തി. അതായത് ഒരു സംഘടന എന്ത് ചെയ്തു, പ്രഖ്യാപിച്ചു. അതായത് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്. അതായത് എന്താണ്, മാർജാര വംശത്തിലെ, വംശനാശ ഭീഷണി നേരിടുന്ന മാർജാര വംശത്തിലെ ജീവികളെ എന്ത് ചെയ്യുക, സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഒരു എന്താണ് സംഘടന രൂപീകരിക്കുന്നു. അതാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് അഥവാ IBCA എന്ന് പറയുന്നത്. സോ അതിനുശേഷം എന്ത് ചെയ്തു, ഒരുപാട് രാജ്യങ്ങൾ അതിൽ ചേരാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചു. അതിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി ആണല്ലേ. എവിടെയാണ്? ന്യൂഡൽഹി ആണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ആണ്. അതായത് IBCAയിൽ അംഗമായ 13ാമത് രാജ്യം ഏതാണ്? അപ്പോൾ റീസെന്റ് ആയിട്ട് IBCAയിൽ എന്ത് ചെയ്തിരിക്കുന്നു, ഒരു രാജ്യം കൂടി അംഗമായിരിക്കുന്നു. അത് 13ാമത്തെ രാജ്യമാണ്. അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേപ്പാൾ. ഏതാണ്? നേപ്പാളാണ് IBCAയിൽ അംഗമായ 13ാമത്തെ രാജ്യം. ഇനി ഒരു പ്രധാന കാര്യം കൂടി പറയാം, കാരണം ഇപ്പോൾ അത് പ്രവർത്തനം ആരംഭിച്ചിട്ടേ ഉള്ളൂ. റീസെന്റ് ആയിട്ട് പ്രവർത്തനം ആരംഭിച്ച ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണെന്ന് പറയുന്നത് IBCA. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്പീഡപ്പ് ആയിട്ട് തന്നെ അതിൽ എന്ത് ചെയ്യും, മെമ്പേഴ്സ് വന്നുകൊണ്ടേയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് IBCA നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിലെ റീസെന്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് എത്രയാണെന്ന് നോക്കിയിട്ട് തന്നെ പോകണം. നമ്മൾ ഡെയിലി അത് എന്ത് ചെയ്യും, നമ്മുടെ ക്ലാസ്സിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. എന്നിരുന്നാൽ തന്നെയും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അത് നോക്കി പഠിച്ചിട്ട് തന്നെ പോവുക. കാരണം ഈ കാര്യങ്ങളൊക്കെ ഒരു സംഘടനയിലെ എന്താണ് പുതുതായിട്ട് വരുന്ന അംഗങ്ങളുടെ എണ്ണം, അല്ലെങ്കിൽ ഒരു സംഘടനയുടെ തലവൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒരു പരീക്ഷയ്ക്ക് തൊട്ട് മുൻപ് അപ്ഡേറ്റ് ചെയ്ത് പോവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഓർത്തു വയ്ക്കുക, IBCAയിൽ അംഗമായ 13ാമത് രാജ്യം ഏതാണ്? നേപ്പാളാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അടുത്തത് ഒരു താരം വിരമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഗൗഹർ സുൽത്താന എന്ന് പറയുന്ന ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ എന്ത് ചെയ്തിരിക്കുകയാണ്, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു വിരമിക്കലൊക്കെ ചർച്ച ചെയ്യുന്നത് എന്തിനാണ്, ഒരു താരത്തിന്റെ പേര് അത് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതിനല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഗൗഹർ സുൽത്താന ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത്രയും ഒന്ന് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. അപ്പോൾ നിങ്ങളൊരു ഫോഴ്സ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളൊരു ഫോഴ്സ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്ന ഒന്ന് സ്പെഷ്യൽ ടോപ്പിക്കാണ് അല്ലേ. കാരണം 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റും. സോ നിങ്ങൾ തയ്യാറെടുക്കുന്ന ഫോഴ്സ് എക്സാം ഏതുമായിക്കോട്ടെ, ഇപ്പോൾ ടാലന്റ് ഏറ്റവും പുതിയ സ്പെഷ്യൽ ടോപ്പിക് ബുക്കുകൾ പുറത്തിറക്കിയിരിക്കുകയാണ്. അതായത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക്, അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടറുടെ സ്പെഷ്യൽ ടോപ്പിക്ക്, അതുപോലെ തന്നെ ഫയർമാൻ ആൻഡ് ഫയർ വുമൺ സ്പെഷ്യൽ ടോപ്പിക്ക്, ഇതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോറുകളിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള channelkerala.com ഈ സ്പെഷ്യൽ ടോപ്പിക് ബുക്കുകൾ ലഭ്യമാണ്.
അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോലുള്ള ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞൊരു നിയമനമായിരുന്നു. നാഷണൽ സുരക്ഷാ കൗൺസിൽ സെക്രട്ടേറിയറ്റിന്റെ മിലിറ്ററി ഉപദേശകനായിട്ട് നിയമിതനായത് ആരെന്ന് പറഞ്ഞു? NS രാജ സുബ്രഹ്മണി. അതിനുശേഷം ഡീഡ് എന്ന് പറയുന്ന സംവിധാനത്തെ പറ്റി പറഞ്ഞു. എന്താണ് ഡീഡ് എന്ന് പറയുന്നത്? പൗരന്മാരുടെ അവശ്യരേഖകളും സർട്ടിഫിക്കറ്റുകളും ഡിജി ലോക്കറുമായിട്ട് ബന്ധിപ്പിച്ച് ഡിജിറ്റലായിട്ട് സൂക്ഷിക്കാനുള്ള കേരള സർക്കാർ സംവിധാനമാണ് ഡീഡ് എന്ന് പറയുന്നത്. അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു? രാജ്യത്തെ ആദ്യത്തെ കാർബൺ സന്തുലിത കൃഷി ഫാം പദവി ലഭിച്ചത് ഏത് ഫാമിനെന്ന് പറഞ്ഞു? അത് ഒക്കൽ വിത്തുൽപാദന കേന്ദ്രം. ഏതാണ്? ഒക്കൽ വിത്തുൽപാദന കേന്ദ്രമാണ്. ഇതൊന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷം പറഞ്ഞൊരു പാലത്തിന്റെ കാര്യം പറഞ്ഞു. അതായത് കുമ്പിച്ചൽ കടവ് പാലം എന്ന് പറയുന്ന പാലം തിരുവനന്തപുരം ജില്ലയിൽ എന്ത് ചെയ്യുന്നു? നിലവിൽ വരുന്ന പാലമാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയതും വലിപ്പമുള്ളതുമായ പാലമാണ് എന്തെന്ന് പറയുന്നത്? കുമ്പിച്ചൽ കടവ് പാലം. അതിനുശേഷം പറഞ്ഞു ജലാലാബാദ് നഗരത്തിന്റെ പുതിയ പേര് എന്താണ്? പരശുരാമപുരി. ഇനി അതിനുശേഷം പറഞ്ഞു ഔണ്ട സിമരിയ പാലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ബീഹാർ ആണ്. ഏത് നദിക്ക് കുറുകെയാണ്? ഗംഗാ നദിക്ക് കുറുകെയാണ്. ആരാണ് ഉദ്ഘാടനം നിർവഹിച്ചത്? നരേന്ദ്രമോദിയാണ്. അതിനുശേഷം പറഞ്ഞു ബൈറാബി സൈരംഗ് റെയിൽവേ ലൈൻ പ്രോജക്റ്റ് ഏത് സ്റ്റേറ്റിലാണ്? മിസോറാമിലാണ്. അതായത് ഐസ്വാളിലേക്കുള്ള റെയിൽവേ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു റെയിൽവേ ലൈൻ പ്രോജക്റ്റ് നിലവിൽ വരുന്നത്. അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു? ലോകത്തിലെ ആദ്യത്തെ ഏഷ്യൻ എലിഫന്റ് അതിജീവന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞു. എവിടെയാണ്? ഒഡീഷയാണ്. അതിനുശേഷം ഒരു ബില്ല് പറഞ്ഞു അല്ലേ? അതായത് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബില്ല് 2025 ഓഗസ്റ്റ് 20 എന്ത് ചെയ്തു? ലോക്സഭയിൽ അവതരിപ്പിച്ചു. അന്നത് പാസ്സായി. 21 രാജ്യസഭയിൽ എന്താണ്? പാസ്സായി. അതിനുശേഷം 22 എന്ത് ചെയ്തു? ഓഗസ്റ്റ് 22 അത് രാഷ്ട്രപതി ഒപ്പുവെച്ചു. അതിനുശേഷം പറഞ്ഞത് അടുത്തിടെ കൃത്രിമ മനുഷ്യചർമ്മം വികസിപ്പിച്ചത് ഓസ്ട്രേലിയയിലെ സയന്റിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അതിനുശേഷം IBCAയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. അതായത് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിൽ അംഗമായ എത്രാമത്തെ? 13ാമത്തെ രാജ്യം ഏതാണ്? നേപ്പാളാണ്. അതിനുശേഷം പറഞ്ഞത് ഗൗഹർ സുൽത്താന എന്ന് പറയുന്ന ഇന്ത്യൻ ക്രിക്കറ്റർ വിരമിച്ച കാര്യം പറഞ്ഞു. സോ അതുകൂടി ഓർക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം 2025 ഓഗസ്റ്റിൽ RBIയുടെ പണനയ സമിതിയിൽ എക്സ് ഒഫീഷ്യോ അംഗമായി നിയമിതനായത് ആരെന്നാണ്? അപ്പോൾ ഇന്ദ്രാനിൽ ഭട്ടാചാര്യ, MR റാവു, T രവിശങ്കർ, K സ്വാമിനാഥൻ. അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം 2025 ഓഗസ്റ്റിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്തെ ഏറ്റവും ആസ്തിയുള്ള മുഖ്യമന്ത്രി ആരെന്നാണ്? അപ്പോൾ പേമ ഖണ്ഡു, സിദ്ധരാമയ്യ, മമതാ ബാനർജി, ചന്ദ്രബാബു നായിഡു. ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്ത് എന്നാണ് ചോദ്യം. അപ്പോൾ മിട്ടു, മീന, നീലു, കാത്തു. ഇപ്പോൾ ശരി ഉത്തരം എന്താണ്? അത് കാത്തു ആണ് അല്ലേ? അപ്പോൾ കാത്തുവാണ് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. അതൊരു കാക്ക തമ്പുരാട്ടിയാണെന്ന് നമുക്കറിയാം. ഇനി 70 ആണെങ്കിൽ അത് ആരാണ്? അത് നീലുവാണ്. നീലു എന്ന് പറയുന്നത് എന്താണ്? പൊന്മാനാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം ആദിവാസി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായിട്ട് അടുത്തിടെ വികസിപ്പിച്ച പുതിയ ബ്രാൻഡ് ഏതെന്നാണ്? അപ്പോൾ അതിൻ്റെ റൈറ്റ് ആൻസർ ഏതാണ്? അതിരപ്പള്ളിയാണ്. ഏതാണ്? അതിരപ്പള്ളിയാണ്. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക. നല്ലപോലെ വർക്ക് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2025 ഓഗസ്റ്റ് 27 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.